ഇതാ ജീവിക്കുന്ന കർത്താവ് ഈ അൽത്താരയിൽ നിന്റെ മുമ്പിൽ ജീവനോടെ സന്നിഹിതനായിരിക്കുന്ന നിമിഷമാണ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നീ കർത്താവിന് നന്ദി പറഞ്ഞ് അനുഗ്രഹങ്ങളെ സ്വന്തമാക്കേണ്ട നിമിഷങ്ങളാണ്. നീ ആഗ്രഹിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും ഉപരി നിശ്ചയമായിട്ടും കർത്താവ് ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്കെല്ലാം നീ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറ. നീ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇപ്പോൾ ഇറങ്ങി വന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇത് കർത്താവിൻ്റെ വലിയ കരുണയാണ് മക്കളെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരുണ്യത്തിലേക്കും ഈ സ്നേഹത്തിലേക്കെല്ലാം നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ വേദനകളെ, സങ്കടങ്ങളെ, സംഘർഷങ്ങളെ, ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ, ഞെരുക്കങ്ങളെ, പ്രതികൂല അനുഭവങ്ങളെ, പരാജയങ്ങളെ, നഷ്ടബോധങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഏതാനും നിമിഷങ്ങള് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മക്കളെ, നമ്മൾ വിചാരിക്കരുത് ഇത്രേ സമയമുള്ളൂ, എൻ്റെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരൊറ്റ നിമിഷം മതിയെന്നല്ലേ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിമിഷങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും ചേർത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും മോനെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുക. കർത്താവിനെ നിന്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലുള്ള അനുഭവത്തിലൂടെയല്ലേ നീ കടന്നു പോകുന്നത്. സഹായിക്കാൻ നിനക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ? കൈനീട്ടാൻ സാധ്യതയുള്ള സകലയിടങ്ങളിലും നീ കൈനീട്ടിയില്ലേ, കെഞ്ചിയില്ലേ? പോകാവുന്നിടത്തൊക്കെ നീ പോയില്ലേ? ചെയ്യാവുന്നതൊക്കെ നീ ചെയ്തില്ലേ? എന്നിട്ടും ഇന്നും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാതെയല്ലേ മോനെ നീ കിടക്കുന്നേ? ഇതെന്തേ ഇങ്ങനെയെന്ന് ഉള്ളുകൊണ്ട് നീ ചോദിക്കുന്നില്ലേ? ഇതെന്തേ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായതെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ട് പറയാതെ നീ പറഞ്ഞുകൊണ്ടിരിപ്പില്ലേ? ഇതാ നിന്റെ കർത്താവ് നിന്റെ ചാരയുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കുഷ്ഠരോഗത്തെ മാത്രമല്ല, അതുമൂലം അവൻ കടന്നുപോയിക്കൊണ്ടിരുന്ന അവൻ്റെ മാനസിക വ്യഥയുണ്ടല്ലോ, മനസ്സിൻ്റെ നൊമ്പരങ്ങളുണ്ടല്ലോ, ആരും അറിയാത്ത, ആരും മനസ്സിലാക്കാത്ത അവൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈശോ സുഖപ്പെടുത്തി. മോളെ, ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും കുഷ്ഠം ബാധിച്ചവനാകട്ടെ നീ, നിന്റെ മനസ്സിനായിരിക്കാം ഒരുപക്ഷെ കുഷ്ഠം ബാധിച്ചത്. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത നിന്നെ നിരന്തരം വേട്ടയാടുന്നുണ്ടാകാം. മനസ്സിന് സ്വസ്ഥതയില്ലായിരിക്കാം, സമാധാനമില്ലായിരിക്കാം. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠവുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നീ ഇപ്പോൾ നിൽക്കുന്നത്. മോനെ നീ കർത്താവിന്റെ അടുത്തേക്ക് വാ, യേശുവിന്റെ അടുത്തേക്ക് വാ. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലായിരിക്കും ഈ കുഷ്ഠം ബാധിച്ചിരിക്കുന്നത്. സമാധാനമില്ലാത്ത കുടുംബത്തിന്റെ അന്തരീക്ഷമാണോ? സ്വസ്ഥതയില്ലേ? ഭിന്നതയാണോ? ദാമ്പത്യ അസ്വസ്ഥതകളുണ്ടോ? കലഹങ്ങളുണ്ടോ? വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെയാണോ? എന്തുവാകട്ടെ, ഏതവസ്ഥയിലും നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ ബാധിച്ചിട്ടുള്ള സകല കുഷ്ഠം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാൻ കർത്താവ് നിന്നെ അനുവദിക്കുന്ന നിമിഷങ്ങളാണത്. അത്ര മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ഈ അവസ്ഥയിലും എനിക്ക് എൻ്റെ കർത്താവിങ്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. എൻ്റെ ഈ അവസ്ഥയിൽ, ഈ തകർക്കപ്പെട്ട അവസ്ഥയിലും, ഈ മുറിവേറ്റ അവസ്ഥയിലും, ഈ ജീവിതത്തിൻ്റെ
തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങളിലൊക്കെ എൻ്റെ കർത്താവിങ്കിലേക്ക് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. കാരണം എന്താ? എൻ്റെ കർത്താവ് എല്ലാവർക്കും വേണ്ടി ഇതാ തൻ്റെ കരങ്ങൾ കാൽവരി കുരിശിൽ വിരിച്ചു, തുറന്നു പിടിച്ചിരിക്കുക. എന്നെയും നിന്നെയും അവന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ കരങ്ങൾ തുറന്നു പിടിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ കുഷ്ഠരോഗി ചെയ്തത്. അവൻ അടുത്ത് വന്നു, കർത്താവിന്റെ അടുത്ത് വന്ന് താണു വണങ്ങിക്കൊണ്ടാ പറഞ്ഞത്, മോനെ ഇതാ കർത്താവ് നിന്റെ കയ്യെത്തും ദൂരത്തുണ്ടല്ലോ, അടുത്തേക്ക് വാ, ഈശോയുടെ അടുത്തേക്ക് വാ. നീ മാത്രമല്ല, നിന്റെ കുടുംബമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വാ. എന്നിട്ട് കർത്താവിനെ ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ആരാധിക്ക്, വണങ്ങ്, താണുകൊണ്ട് പറ, അഹങ്കാരത്തിന്റെ കെട്ടഴിയട്ടെ, ഞാനെന്നുള്ള ഭാവത്തിന്റെ കെട്ടഴിയട്ടെ, എളിമപ്പെടാൻ കർത്താവെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നിന്നുകൊണ്ട് പറ, കുഷ്ഠരോഗി പറഞ്ഞതുപോലെ പറ, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതാണ് കുഷ്ഠരോഗി പറഞ്ഞത്. കുഷ്ഠരോഗി പറഞ്ഞ, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അശുദ്ധി കർത്താവേ നിനക്ക് എടുത്തു മാറ്റാൻ പറ്റും, നിനക്ക് കഴുകാൻ പറ്റും, നിനക്ക് എന്നെ ശുദ്ധീകരിക്കാൻ പറ്റും. ഈശോയെ നിനക്ക് മാത്രമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇനി ശുദ്ധീകരിക്കാൻ പറ്റൂ. കൊണ്ട് മോളെ നിനക്ക് വേണ്ടി മാത്രമല്ല, മോനെ നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി കൂടി കർത്താവിന്റെ മുമ്പിൽ ഒന്ന് യാചിച്ചേ, പറഞ്ഞേ, തമ്പുരാനെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, മനസ്സാകണമേ എന്ന് പറ. ഈശോയെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ, കർത്താവേ നീ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ. ഇതാ കുഷ്ഠരോഗി നിന്നതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നിന്നിട്ട് മക്കളെ കരങ്ങള് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ ഇതാ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഒക്കെ പല മേഖലകളിൽ കുഷ്ഠം ബാധിച്ചവരാണ് ഞങ്ങള്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ പറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാ ഞങ്ങള്. കർത്താവേ പുറമെ ആത്മീയത അനുഭവിക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഞങ്ങൾ എത്രമാത്രം നിന്നിൽ അകലെയാണെന്ന് ഈശോയെ ഞങ്ങൾ അറിയുന്നു. കർത്താവേ ശരീരം ഇങ്ങനെ കുഷ്ഠമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും മനസ്സിൽ കുഷ്ഠം ബാധിച്ച അവസ്ഥയിലൂടെയാണ് തമ്പുരാനേ ഞങ്ങൾ കടന്നു പോകുന്നത്. നിന്റെ സൗഖ്യദായകമായ കരം നീട്ടണമേ കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഞങ്ങളുടെ മേൽ ഇപ്പോൾ നീട്ടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്ക്. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ സങ്കടങ്ങളെ തമ്പുരാന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പറ, കർത്താവേ ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ, ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ, ഇതാണ് എൻ്റെ മക്കളുടെ അവസ്ഥ, ഇതാണ് എൻ്റെ വരുമാന മാർഗത്തിന്റെ അവസ്ഥ, ഇതാണ് എൻ്റെ സാമ്പത്തിക മേഖലകള്. എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയേ, എന്റെ ശരീരത്തിന്റെ കുഷ്ഠമെടുത്ത് മാറ്റണമേ ഈശോയെ, എന്റെ കുടുംബത്തിന്റെ കുഷ്ഠമെടുത്ത് മാറ്റണമേ ഈശോയെ, എന്റെ മനസ്സിന്റെ കുഷ്ഠമെടുത്ത് മാറ്റണമേ യേശുവേ, എന്റെ ആത്മാവിന്റെ കുഷ്ഠം ഈശോയെ നീ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ഇതാ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ, ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ അവന്റെ സ്നേഹത്താലാണ് അവൻ നമ്മളെ ആശീർവദിക്കുന്നത്. അവന്റെ സാന്നിധ്യം കൊണ്ടാണ് അവൻ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം കരങ്ങളിലെടുത്തുയർത്തി ഈശോയിലേക്ക് കൊടുക്കുക. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരാൻ പോകുന്ന സമയമാണ്. വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന.